കുവൈറ്റിലെ മംഗഫിലെ വ്യാവസായിക സ്ഥാപനത്തിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി 4 പേർ മരിച്ചു എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. മലയാളികൾ അടക്കം ഒട്ടേറെ പേർ ക്യാമ്പിൽ താമസിക്കുന്നുണ്ട്. സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? നമ്മുടെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? വിവരങ്ങൾ. രതീഷ്, സമീപകാലത്തൊന്നും കുവൈറ്റ് സാക്ഷ്യം വഹിക്കാത്ത വിധത്തിലുള്ള അത്രയ്ക്ക് വലിയ ദുരന്തം എന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 4 പേർ മരിച്ചു എന്നുള്ള പ്രാഥമിക വിവരം. അവർ ആളിപ്പടരുന്ന തീയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് ചാടിയവർ മാത്രമാണ്. കെട്ടിടത്തിന്റെ അകത്ത് എത്ര പേർ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം പുലർച്ചെ 4:30 കൂടിയിട്ടാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ തൊഴിലാളികളൊക്കെ തന്നെ ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ തീ ആളിപ്പടരുന്നത്, തീപിടുത്തം ഉണ്ടായതിനെ കുറിച്ചൊന്നും ഇവർക്ക് അറിയില്ല. മുറിയിൽ പുക നിറഞ്ഞ് ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചിട്ടുണ്ടാകാൻ സാധ്യത. ഏതായാലും കെട്ടിടത്തിനകത്തേക്ക് ഇപ്പോൾ പോലീസും സിവിൽ ഡിഫൻസും പ്രവേശിച്ചിട്ടുണ്ട്. തീ പൂർണ്ണമായും അടച്ച ശേഷം അവരുടെ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിന്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാകും. വലിയ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണല്ലോ സുരേഷ്, വളരെ ആശങ്കപ്പെടുന്ന വാർത്തയാണല്ലോ. മലയാളികൾ അടക്കമുള്ളവർ ആ ക്യാമ്പിൽ താമസിക്കുന്നുണ്ട് എന്ന വിവരവുമുണ്ടല്ലോ. അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? മലയാളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം. കൊച്ചി ആസ്ഥാനമായി ഹോട്ടൽ ശൃംഖല നടത്തുന്ന മലയാളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം, ഈ കമ്പനി. ആ കമ്പനിയിൽ നിരവധി മലയാളികളുണ്ട്. ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നവരുടെ കൂട്ടത്തിലും നിരവധി മലയാളികളുണ്ട്. അതിൽ ആരൊക്കെ രക്ഷപ്പെട്ടു, ആരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്കിപ്പോൾ വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പോലീസിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ആരൊക്കെ ഏത് അപകടത്തിന്റെ ആഘാതം എത്രത്തോളം എന്ന് വ്യക്തമാകുകയുള്ളൂ. ഏതായാലും ഈ പറയുന്നത് പോലെ തൊഴിലാളികളെല്ലാം നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്കും ഈ മുറികളിലൊക്കെ തന്നെ പുക നിറഞ്ഞ് ശ്വാസം മുട്ടി മുറിക്ക് അല്ലെങ്കിൽ കെട്ടിടത്തിന് പുറത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെയാണ് ഇതിന്റെ ആഘാതം കൂടിയിട്ടുണ്ടാക്കുക. സമീപകാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നമുക്ക് സമീപത്തെ എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ അദാൻ, ജബൈർ, മുബാറക് തുടങ്ങിയിട്ടുള്ള ആശുപത്രികളിലൊക്കെ പരിക്കേറ്റവരെ, പൊള്ളലേറ്റിട്ടുള്ളവരെയൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ ആശുപത്രികളുടെ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്, ആ വിവരമാണ് സുരേഷ് വെള്ളിമുറ്റം നൽകിക്കൊണ്ടിരിക്കുന്നത്. മലയാളിയുടെ ഉടമസ്ഥയിലുള്ള കമ്പനിയാണ്. നിരവധി മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. കുവൈറ്റിലെ മംഗഫിലാണ് തീപിടുത്തമുണ്ടായത്. വ്യാവസായിക സ്ഥാപനത്തിലെ തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സമീപകാലത്തൊന്നും കുവൈറ്റ് കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ദുരന്തം എന്ന് തന്നെ പ്രാഥമികമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരുമെന്നാണ് സുരേഷ് നൽകുന്ന വിവരം. 4 പേർ മരിച്ചത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ 4 പേരും തീപിടുത്തമുണ്ടായപ്പോൾ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചാടിയവരാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. കെട്ടിടത്തിനുള്ളിൽ നിരവധി പേർ ആ സമയത്ത് ഉറക്കത്തിലായിരുന്നു. അതിൽ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അപായപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വലിയ വലിയ സംശയവും ആശങ്കയും ഉണ്ടാക്കുന്ന വിവരമാണ് കുവൈറ്റിൽ നിന്ന് വരുന്നത്.